നെല്ല് എങ്ങോട്ട് കൊണ്ടുവന്നു? അറയിലിടാൻ. ഉഴവ് മുതൽ മെതി വരെ ഞാനാ എല്ലാ ജോലിയും ചെയ്യിച്ച്. അന്നാരെയും കണ്ടില്ലല്ലോ. പാടത്തൊന്ന് വഴക്കുണ്ടാക്കുന്നത് ശരിയില്ലെന്ന് തോന്നിയോണ്ട് വന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. മേലാലിൽ ഇടപെടരുത്. ഇത് എന്റെ സഹോദരിയുടെയും കുഞ്ഞിന്റെയും കാര്യമാണ്. ആരെതിർത്താലും ഞാൻ ഇടപെടും. സഹോദരി? ശ്രീധരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളും രാധികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ? ആ അവിഹിത ബന്ധം അറിയാതിരിക്കാൻ വേണ്ടി രാധികയുടെ പ്രേരണ കൊണ്ടല്ലേ നിങ്ങൾ ശ്രീധരനെ കൊന്നത്? എന്താ? ഇനി രാധികയെ പറ്റി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ കൊന്നാളെന്നെ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? അവളെ തന്നെന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. അവർക്ക് രണ്ട് കൊടുത്താലും വേണ്ടില്ല. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്തോ? ഇല്ലെങ്കിൽ ഇനി കൊലപാതകം നടക്കും. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറ നീ. അവൻ എരപ്പാളിയാണടി. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതെന്റെ വീടാണ്. എന്റെ കുഞ്ഞിനെ അവകാശപ്പെട്ട അവന്റെ അച്ഛന്റെ വീട്. എടാ വേണു, കുട്ടികൾക്ക് കാര്യം. അവൻ എന്റെ അനന്തരവന്റെ മകനാടി. പടകെട്ട് നീ അവനെ വളർത്തിയാൽ അവനും പഴച്ചു പോകും. എടാ കുഞ്ഞിനെടുക്കാൻ എന്റെ കണ്ണനെ അവരെടുത്തോണ്ട് പോയി. അമ്മാവനും മേനോട്ടിനും കൂടി. മോഹനേട്ടനിവിടെ വരുന്നത് തന്നെ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ബഹളം വെക്കാതെ ഞാൻ പോയി കണ്ണനെ കൊണ്ടുവരാം. ഞാൻ കൂടെ വരാം. എന്തിനെ? എന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് ഞാനാടി. നീ ഇവിടേക്ക്. ഇതാണ് മനസ്സിലായോ? ഈ അമ്മയുടെ കാര്യം മിണ്ടി പോയത്. കണ്ണനെ വിടൂ. ഞാൻ കണ്ണനെ കൊണ്ടുപോകാൻ വന്നതാ. അവനെ കൊണ്ടുപോവാൻ നീ ആരാടാ? ഞാൻ ആരോ ആകട്ടെ. മര്യാദയ്ക്ക് കണ്ണനെ വിടൂ. നീ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവോ? അതിനാണല്ലോ ഞാൻ വന്നത്. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വിടറാ. വിടാൻ. അണങ്ങിപ്പോരുത്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊലപാതകിന് മുദ്രകുത്തി. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ മുറ്റത്ത് ചോര വീഴരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോരുത്.
ഇതാ നിന്റെ മോൻ. പോലീസ് വെച്ചാ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നാട് വിട്ടു പോകണോടാ മടയാ. നേരിട്ട് ഹാജരായി നമുക്ക് ജാമ്യം എടുക്കാം. എന്നാലും തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ അച്ഛൻ നല്ലത്. അതിന്റെ ആവശ്യമില്ല. കൊലക്കേസായാൽ പോലും ജാമ്യം കിട്ടും. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇല്ലച്ചാ ഞാൻ പോവാ. അവിടെ പോകേണ്ടത് ഞാനല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞ എടാ ഞാൻ പറഞ്ഞു. ഇവിടുന്നാടാ ഈ രൂപ? എടാ ഇത്രയേറെ രൂപ എവിടുന്നാന്നാ ചോദിച്ചത്? ഞാൻ പറയാം. ശ്രീധരൻ ബാങ്കിൽ നിന്ന് കൊടുന്ന രൂപയാ. ശ്രീധരനെ കൊന്നത് ആരായിരുന്നു അച്ഛാ? ഞാനായിരുന്നു. എന്റെ കടമാക്കി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ചെയ്തു. എന്റെ ഭാര്യയോടും കുഞ്ഞോടും ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഞാനത് ചെയ്തു. ഇനി എന്നെ കൊന്നോളൂ അച്ഛാ, കൊന്നോളൂ. സാർ, മോഹനെ കുത്തിയതിന് ഇവൻ അറസ്റ്റ് ചെയ്യാനല്ലേ വന്നത്? ശ്രീധരനെ കൊന്നത് ഇവൻ തന്നെയാണ്, ഈ പണത്തിന് വേണ്ടി. സാർ, എന്തിനാ ചേട്ടാ ഫോൺ ചെയ്തത്? ശ്രീധരനെ കൊന്നത് വേണുവാണെന്ന്. വേണുട്ടിനോ? അതെ, അവൻ കുറ്റം സമ്മതിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. മോനെ, അമ്മ നിന്നെ തെറ്റിദ്ധരിച്ചു. അമ്മയോട് ക്ഷമിക്ക്. അമ്മേ, മോഹനേട്ടൻ കണ്ണന്റെ അമ്മാവനായിരുന്നു. ചെവിക്ക് തീ കൊളുത്താൻ അവനെ അനുവദിക്കുവോ?